ഏറ്റവും മുകൾ ഭാഗത്തെ ക്ഷേത്രം. ഇതാണ് നമ്മളെ 600 വർഷത്തോളം പഴക്കമുള്ള ചൈനീസ് പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ബീജിങ്ങിന്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള നമ്മുടെ ഈ ഒരു ഫോർബിഡൻ സിറ്റി നമുക്ക് ഒരിക്കലും ബീജിങ്ങിലെത്തിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ ഒരു പുണ്യ സ്ഥലത്തേക്കാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പിന്നെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ചൈനയിലെ ഈ സമ്മറിന്റെ വെയിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത്. ഷാങ്ഹായിൽ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു, അപ്പോൾ ആ മഴത്തൊന്നും പ്രശ്നമില്ലാതെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. ഷാങ്ഹായിൽ നമുക്ക് ആളുകളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നത്, ആ പ്രശ്നം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നല്ല തിരക്കുണ്ട്, നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല ആളുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ ഈ മരങ്ങൾക്കൊക്കെ ഓരോ ചരിത്രം ഉണ്ട് കേട്ടോ. ഏകദേശം ഈ റെഡ് കളറുള്ള പില്ലറുകൾ 600 വർഷം പഴക്കമുള്ളതെന്ന് പറയുന്നത്. ഫുള്ള് തിരക്കാണ്, നല്ല തിരക്കാണ്, നല്ല തിരക്ക്. പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെയിലാണ്. നമ്മൾ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് വരെ കണ്ണ് കാണുന്നില്ല ക്യാമറയിലേക്ക്, അത്രയ്ക്കും വെയിലുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രത്തോളം തിരക്കുണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉന്നമനാണ്, ഇവരുടെ സമ്പത്ത്, ഇവരുടെ ജോലി കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈനയുടെ 3ാമത്തെ എംപറർ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ക്ഷേത്രമാണിത്. ഇതിൽ കർഷകർക്ക് കൃഷി ഉണ്ടാവാൻ, അതുപോലെ മഴ പെയ്യാൻ, അങ്ങനെ കൃഷിക്കാർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതുമായി ബന്ധപ്പെട്ട ദൈവങ്ങളുടെ പ്രാർത്ഥിക്കാനുള്ള ഇതാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്, ഇവരുടെ തന്നെ ഉന്നമനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതീകമായിട്ടാണ്, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഈ ഒരു ക്ഷേത്രങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. ടൂറിസ്റ്റുകളായിട്ടാണെങ്കിലും ഇവിടുത്തെ പ്രാദേശികവാസികളായിട്ടാണെങ്കിലും ഒരുപാട് ആളുകൾ ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി ഏരിയയാണ്. നമ്മൾ ബീജിംഗ് സന്ദർശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ബീജിങ്ങിലേക്ക് വരുന്ന ആളുകൾ എന്തായാലും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്, ഒരു സംശയമില്ല. ഏറ്റവും മുകൾ ഭാഗത്തെ ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മൾ നേരത്തെ നിന്നിരുന്ന ഭാഗങ്ങളാണ് അവിടെയൊക്കെ. ഇത്രയധികം വെയിലും ഇത്രയധികം തിരക്കുണ്ടായിട്ടും ആളുകളുടെ വരവിന് യാതൊരു കുറവുമില്ല. ആളുകളൊക്കെ തിരക്കി നിൽക്കുകയാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടെമ്പിളൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെയുള്ള ബീജിങ്ങിലുള്ള ഷോ കാണാൻ വന്നിരിക്കട്ടോ. അക്രബാറ്റിക് ഷോ എന്നാണ് പറയുക. എന്തായാലും നല്ല വെയിലായിരുന്നു, ചൂടായിരുന്നു, രക്ഷയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് AC-യിൽ ഈ ഷോയിൽ ഇരിക്കാൻ ഒരു സുഖം ഉണ്ടായിരിക്കുന്ന പ്രതീക്ഷയുണ്ട്. യെസ്, താങ്ക് യു. യെസ്, ഒക്കെ പുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല ചൂടത്തുനിന്നല്ല വരുന്നുണ്ട്. ഇവിടുത്തെ പരമ്പരാഗത കലാരീതികൾ, മറ്റ് അഭ്യാസ പ്രകടനങ്ങൾ, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, ഈ സ്റ്റേജിലാണ് അതൊക്കെ കാണിക്കാൻ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിരുന്നു കേട്ടോ. നമ്മൾ ചൈനയിൽ വന്നിറങ്ങി എന്നുള്ള പ്രതീതി നമുക്ക് ഈ ഒരു അക്രബാറ്റിക് ഷോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഷോ കണ്ടിറങ്ങി, ഒരു രക്ഷയില്ല. ബീജിങ്ങിൽ വന്നാൽ നേരെ ഇങ്ങോട്ട് പോകാൻ കേട്ടോ അക്രബാറ്റിക് ഷോ. അപ്പോൾ നമ്മൾ ബീജിങ്ങിൽ താമസിക്കുന്ന നമ്മളെ ഹോട്ടലാണ് കേട്ടത്. ഹോട്ടലൊന്നും ഇവിടെ കുഴപ്പമില്ല. ഷാങ്ഹായിലും അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെ കിട്ടിയത്. പക്ഷേ വൈഫൈയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഹായ് ഗേസ്, അപ്പം നമ്മുടെ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസം നമ്മൾ ബീജിങ്ങിലെ സമ്മർ പാലസിലേക്കാണ് പോകുന്നത് കേട്ടോ.
ഇവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ചക്രവർത്തി ഉണ്ടാക്കിയെടുത്ത ഒരു ലേക്കാണ് ഇപ്പം നമ്മളിവിടെ ഈ കാണുന്നത്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് കേട്ടോ. നമ്മൾ ഒറിജിനൽ ലേക്കിനെ കടത്തി വെക്കുന്ന രീതിയിലുള്ള ലേക്കാണ്. ഏകദേശം 280 ഹെക്ടറാണ് ഈ ഒരു സ്ഥലം കേട്ടോ. ഈ 280 ഹെക്ടറിലും 220 ഹെക്ടറും ഈ കാണുന്ന ലേക്കാണ്. ഇത് മാൻമെയ്ഡ് ലേക്കാണ്, ഒറിജിനൽ അല്ല. അതിപ്പോഴും അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ പാർക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്കും. പിന്നെ അതെല്ലാം ഉപരി ഈ ഒരു കൊടും ചൂടത്ത് കൊടും വെയിലത്ത് നമുക്കൊന്ന് കുറച്ചു നേരം ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഏരിയ ഉണ്ട്. അപ്പോൾ സമ്മർ പാലസിൽ നമുക്ക് നടന്ന് കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ കാണുകയുണ്ടായിട്ടോ. നല്ല അടിപൊളി ഗാർഡൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ എംപറർ ബീജിങ്ങിൽ നമുക്ക് അവർക്ക് ഇവിടെ ബീജിങ്ങിൽ യൂസ് ചെയ്യാൻ നല്ല ലേക്കോ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാൻമെയ്ഡ് ലേക്കാണ് ഇപ്പം നമ്മൾ ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ പാശ്ചാത്യ രാജ്യങ്ങളായ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും മറ്റ് യൂറോപ്യൻസൊക്കെ ഇവിടെ കടന്നു വന്ന് ഇവിടെ ആക്രമിച്ച് ഇവിടെ ഒന്നാകെ കത്തി നശിപ്പിച്ചത്. അപ്പോൾ അന്ന് ആ കത്തി നശിപ്പിച്ചതിൽ തകരാത്ത ഒരു ടെമ്പിൾ നമുക്ക് അങ്ങ് ദൂരെ കാണാം. ആ ഒരു ടെമ്പിള് നമ്മളിനി നടന്നു പോകണില്ല, ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ആ ബോട്ട് സർവീസിലാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. നമ്മൾ ബീജിംഗ് യാത്രയിൽ, ചൈന യാത്രയിലൊക്കെ ബീജിങ്ങിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് സമ്മർ പാലസ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് എത്തിട്ടോ. അപ്പോൾ ഇനി ഉള്ള ഈ അംഗം ബോട്ടിലാണ്. യെസ്, അടിപൊളി. ബാക്കിൽ ഇങ്ങനെ ചാരി ഇരിക്കാം. ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മള് ബോട്ടില് യാത്ര തുടങ്ങിയിട്ടാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ നാടൻ പാട്ടുകളൊക്കെ പാടി പോവാന്നാണ് പറയുന്നത്. നല്ല താമരകളൊക്കെ അവിടെ ഉണ്ട്, നമുക്കിങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാം. മാർബിളോട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു ബ്രിഡ്ജാണ്. അപ്പം നമ്മളെ ടെമ്പിൾ ഇതാണ് കേട്ടോ. അന്നത്തെ കത്താതെ നിന്ന അല്ലെങ്കിൽ നശിക്കാതെ നിന്നിരുന്ന ബാക്കി വന്നിരുന്ന ടെമ്പിളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഉയരത്തിലാണത്. നമ്മൾ നേരത്തെ നടന്നു പോയ പാലാണ്. ഈ ഒരു പാലത്തിന് മുകളിലൂടെ നടന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഇത്രയും അധികം സ്ഥലങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ സമ്മർ പാലസിലെ നല്ല അടിപൊളി കാഴ്ചകളെ കണ്ട് ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകട്ടെ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. പൊതുവേ നമുക്ക് ഇവിടെ വെയിൽ ഒരു സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് നമുക്ക് വെയിലിൻ്റെ ഒരു പ്രശ്നം അത്ര അറിയാത്തത് നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ കാലത്ത് ചക്രവർത്തിമാർ ഇത്തരത്തിലൊരു സ്ഥലം ഇവിടെ നിർമ്മിക്കാൻ തന്നെയുള്ളൊരു കാരണം. സമ്മർ പാലസിലെ നല്ല അടിപൊളി കാഴ്ചകളെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് എത്തിയിട്ടുള്ളത് സൂവിലാട്ടോ. ചൈനയിലെ തന്നെ ഏറ്റവും വലിയ സൂ ആണ്. അപ്പം നമ്മൾ മൃഗശാലയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പാണ്ട എന്ന് പറഞ്ഞ മൃഗം ഇവിടെ മാത്രമേ ഉള്ളൂ, ചൈനയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതന്നെ കൂടുതലായിട്ടുള്ളത് ഈ ഒരു മൃഗശാലയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് അങ്ങോട്ടാണ്. ഇതാണ് നമ്മളെ പാണ്ട. നമ്മളെ നാട്ടിലോ എവിടെയും സാധാരണ മൃഗശാലകളിൽ കാണാൻ പറ്റാത്ത മൃഗശാലയാണത്. ഇവിടെ ചൈനയിലാണ് ഇവരുണ്ടാകുക. വ്യത്യാസം
തിരക്ക് കേട്ടോ. ഇവിടെ ആശാന് ആ മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കണം കേട്ടോ. നല്ല ഉറക്കത്തിലാണ്. പാണ്ഡയെ കണ്ടു പുറത്തിറങ്ങട്ടെ. ഈ ഒരു സൂവിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് ഈ പാണ്ഡ എന്ന് പറയുന്നത്. ഇവിടെ വിൽക്കുന്ന ചെറിയ ബൊമ്മകളും എല്ലാം അത് തന്നെയാണ്. ഇപ്പൊ നമ്മള് ഏഷ്യൻ പാണ്ഡയും കണ്ടു, അതുപോലെ ജാപ്പാനീസ് പാണ്ഡയും കണ്ടു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ്. ഈ പാണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കരടിയും പൂച്ചയും കൂടിയും, കരടി പൂച്ച അല്ലെങ്കിൽ കരടിയെ പോലുള്ള പൂച്ചന്നോ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഐറ്റം സാധനമാണ്. 1907 ആ ഒരു കാലഘട്ടങ്ങളിലാണ് ഈ ചൈനയിലെ ബീജിങ്ങിലെ ഈ ഒരു സൂ നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ മങ്കീസിന്റെ ഒരു ലോകം തന്നെ തോന്നുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്താ വെച്ചാല് 1906 കാലഘട്ടങ്ങളിൽ അന്നത്തെ രാജവംശത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ ഒരു സൂ കേട്ടോ. ഏകദേശം 90 ഹെക്ടറോളം സ്ഥലത്താണ് ഇപ്പൊ നമ്മളെ ഒരു മ്യൂസിയം ഉള്ളത്. അതുപോലെ തന്നെ 14,500ഓളം മൃഗങ്ങൾ ഉണ്ട് ഇതില്. അവർക്കിങ്ങനെ കയറി പോവാനേ നല്ല സൗകര്യത്തില് കരിങ്കൽ ഭിത്തികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കയറി നടക്കും. തിരമാല അടിഞ്ഞു വരുന്ന പോലെ ഉണ്ട്. ബോട്ടുകൾ ഇതിൽ കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതും നമ്മളെ ഈ ഒരു സൂവിലെ ഒരു ആകർഷക വസ്തുവാണ്. ട്രിപ്പിന്റെ 6ാമത്തെ ദിവസമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ ചൈനയുടെ പാർലമെന്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ടിയാമിൻ സ്ക്വയറിലേക്കാണ് പോകുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. ഇവിടെ നല്ല തിരക്കാട്ടോ, രക്ഷിത തിരക്കാണ്. നമ്മളെ ടീംസ് പകുതി ആൾക്കാർ മുമ്പിലുണ്ട്, ബാക്കി എല്ലാവരും വന്നിട്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളായിട്ടോ നമ്മളെ ലൈന് പോയി ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങി ഇപ്പം ഇങ്ങനെ ഒരുപാട് ചെക്കായി നിൽക്കുക. ഏകദേശം 2.5 മണിക്കൂർ നേരത്തെ ക്യൂ നിൽക്കലും ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ പാർലമെന്റ് മന്ദിരത്തിന്റെ അടുത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഏകദേശം 600 വർഷത്തോളം പഴക്കമുള്ള വുഡ് കൊണ്ടും സ്റ്റോൺ കൊണ്ടും മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ബീജിങ്ങിൻ്റെ പ്രവേശന കവാടം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. ഈ ഒരു ഭാഗമാണ് ബീജിങ്ങിൻ്റെ, ഇപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ബീജിങ്ങിൻ്റെ ഒരു അടയാളം തന്നെയാണത്. വലിയൊരു സിഗ്നേച്ചർ തന്നെയാണ്. നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം ദേ അതിന് ചാരി നിൽക്കുന്നുണ്ട്. നമ്മളിതാ മക്കളെ ചൈനീസ് പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ആ കാണുന്നതാണ് ചൈനയുടെ പാർലമെന്റ് മന്ദിരം. ഏകദേശം നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയ നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. 1989 അന്നത്തെ സർക്കാരിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന്റെ സ്മാരക ആണ് ഇപ്പൊ നമ്മൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം. ഇതൊരു സ്തൂപം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അന്നത്തെ പ്രക്ഷോഭത്തിൽ 2000-ലധികം കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ് കൊല്ലപ്പെട്ടത്. കാരണം സ്റ്റുഡൻസ് ആണ് അന്ന് പ്രക്ഷോഭം നടത്തിയിരുന്നത്. പക്ഷെ സർക്കാരിന്റെ കണക്ക് പ്രകാരം 200-ലധികം കുട്ടികളെ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു സ്മാരകമായിട്ടാണ് ഈ ഒരു സ്തൂപം ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഏകദേശം നല്ല സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുവിധം സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഈ ചൈന യാത്രയിൽ അല്ലെങ്കിൽ ബീജിങ്ങിൽ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ്, ഒരു സംശയവുമില്ല. അടിപൊളി ഏരിയ. ഏകദേശം ഉച്ചക്ക് 12 മണിയാണ്. നല്ല വെയിലുണ്ടെങ്കിലും ഇന്നലത്തെ പോലെ നമുക്ക് ചൂട് അങ്ങനെ ഫീൽ ചെയ്യണില്ല. മന്ദിരത്തിന്റെ അവിടുന്ന് ഫോർബിഡൻ സിറ്റിയിലേക്കുള്ള അണ്ടർ പാസേജ് ആണ് കേട്ടോ. അപ്പോൾ ഇതുവഴിയാണ് അങ്ങോട്ട് കിടക്കുന്നത്. നമ്മളിതാ ഫോർബിഡൻ സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവഴിയാണ് കയറുന്നത്. $9,999 വീടുകളാണ് ഇവിടെ. അന്ന് 600 വർഷം മുമ്പ് അന്നത്തെ എംപറർ അവരുടെ രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നത്. ഇവരുടെ ഒരു വിശ്വാസപ്രകാരം 10,000 വീടാണ് സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനേക്കാളും വലിയൊരു നമ്പർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് 9,999 വീടുകൾ നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു റോയൽ രാജകുടുംബാംഗങ്ങളുടെ വീടും അതുപോലെ അന്നത്തെ ചരിത്രങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണേണ്ടത്.
നല്ല ഒരുപാട് അടിപൊളി നിർമ്മാണങ്ങളുണ്ട് ഇവിടെ. റോയൽ ഫാമിലികൾ, അവരുടെ വീടുകൾ ഒക്കെ എല്ലാം ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡൽഹിയിൽ അതുപോലെ ആഗ്രയിൽ ഒക്കെ പോയ പോലത്തെ ഉണ്ട്, അതുപോലെ ഫത്തേപൂർ സിക്രി അതേപോലെയൊക്കെ ഉണ്ട്. ഇവിടുത്തെയൊക്കെ ഈ മുമ്പത്തെ 600 വർഷം മുമ്പത്തെ ഈ ഒരു നിർമ്മാണങ്ങളും ഏകദേശം അതുപോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. ഫോർബിഡൻ സിറ്റിയുടെ ഓരോരോ ഭാഗങ്ങളാട്ടോ നമ്മളിങ്ങനെ കയറി വരുന്നതനുസരിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല അടിപൊളി രീതിയിൽ കൊട്ടാരങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഓരോ ഗേറ്റുകൾ കടന്നാണ് വരുന്നത്. ഇപ്പം നമുക്ക് അവിടെ ഒരു 5 ഗേറ്റ് കാണാം. അതിൽ നടുവിലത്തെ ഗേറ്റിലൂടെയാണ് എംപറർ അന്ന് പ്രവേശിച്ചിരുന്നത്. നമുക്ക് അങ്ങോട്ട് വേറൊരു ഗേറ്റ് ഉണ്ട്, അതുവഴിയും പുറത്തേക്ക് പോകാം. വാവ്, ഓരോ കമാനങ്ങൾ കിടക്കുമ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു ഗേറ്റ് കടന്നു ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ ഓരോ കൊട്ടാരങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. എല്ലായിടത്തും ഇതുപോലെ ഒരു കോർണറിൽ ഒരു എക്സിറ്റ് ഉണ്ടാവും. ആ എക്സിറ്റിലൂടെ നമ്മൾ പോകുമ്പോൾ അടുത്ത നമ്മളിതിലൂടെ ഇപ്പോൾ ഒരു ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ നമ്മൾ പോകുമ്പോൾ അടുത്ത ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ വന്ന ഭാഗമാട്ടത്, അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ വന്ന് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെത്തി. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ കത്തിക്കുന്ന വിളക്ക് കത്തിക്കുന്ന ഇതാ തോന്നുന്നുണ്ട്. എത്ര വലിയ കൊട്ടാരമാകുമ്പോൾ അത്യാവശ്യം കത്തിക്കേണ്ടി വരുമല്ലോ. ഇവിടെ കാണുന്നുണ്ട്, പലയിടങ്ങളിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മൾ വീണ്ടും മറ്റൊരു കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നല്ലൊരു വലിയ ചെമ്പ് കാണുന്നുണ്ട് കേട്ടോ. അന്നത്തെ കാലത്ത് എന്തായാലും ബിരിയാണി ചെമ്പൊന്നാവാൻ ചാൻസ് ഇല്ല. ആ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു എക്സിറ്റിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് എത്ര പോയാലും തീരാത്ത ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നടക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ലോകത്ത് സംരക്ഷിക്കപ്പെടുന്ന ചരിത്രമുറങ്ങുന്ന രാജകൊട്ടാരങ്ങളിൽ ഏറ്റവും വലുത് ചൈനീസിലെ, അതായത് ബീജിങ്ങിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഈ ഒരു പാലസാണെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ എത്ര നടക്കും, ഇതിൻ്റെ വലുപ്പം സത്യത്തിൽ ഞാൻ തന്നെ എപ്പോഴും ഫുള്ളും നടന്ന് എത്തിയിട്ടില്ല. ഇതിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ഒരു കോമ്പൗണ്ട്, ഇങ്ങനത്തെ ഒരു 5 കോമ്പൗണ്ടുകൾ നമ്മളിങ്ങനെ ഓരോ എക്സിറ്റ് വഴി പോയി നോക്കി, എന്നിട്ട് മറ്റം കണ്ടിട്ടില്ല. അപ്പോൾ കൂടെയുള്ളവർ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചിരിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു രക്ഷയില്ല. ഫോർബിഡൻ സിറ്റി ബീജിങ്ങിന്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള നമ്മുടെ ഈ ഒരു ഫോർബിഡൻ സിറ്റി നമുക്ക് ഒരിക്കലും ഈ ചൈന യാത്രയിൽ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്ര തന്നെയാണ്.